ഈ ലോകത്തിൽ നിന്നും വംശനാശം സംഭവിച്ചു പോയ ജീവികളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കൂടാ എന്ന് ധൈര്യമായിട്ട് ഇനി പറയാം. 12,500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച് മൺമറഞ്ഞു പോയ ഡയർവുൾഫ് എന്ന ചെന്നായ വർഗത്തെ ഈ 2025 പുനർജീവിപ്പിച്ച് എല്ലാം DNA വഴി സാധ്യമാണ് എന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് അമേരിക്കയിലെ ടെക്സസിൽ പ്രവർത്തിക്കുന്ന കൊളോസൽ ബയോസയൻസ് എന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. നമ്മുടെ HBO ഹിറ്റ് സീരീസും എൻ്റെ ഓൾ ടൈം ഫേവററ്റുമായ ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് വഴിയാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഈ ഡയർവുൾഫ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സീസൺ 1 എപ്പിസോഡ് 1 വിൻ്റർഫെല്ലിൽ വെച്ച് നമ്മുടെ നെഡ് സ്റ്റാർക്കും ചെക്കന്മാരും കൂടെ കാട്ടിൽ ഹണ്ടിങ്ങിന് പോവാണ്. ആ സമയത്ത് കാട്ടി വെച്ച് ഒരു ചത്ത ചെന്നായുടെ അടുത്ത് നിന്നും ഒരു കൂട്ടം ചെന്നായ കുഞ്ഞുങ്ങളെ ഇവർക്ക് കിട്ടുകയുണ്ടായി. ഷാഗി ഡോഗ്, സമ്മർ, ലേഡി, ഗ്രേവിൻ്റെ, നെമീരിയ ആൻഡ് ഗോസ്റ്റ് എന്നിങ്ങനെയാണ് അവരതിന് പിന്നെ പേര് കൊടുത്തത്. അതിലെ റെഡ് കണ്ണുള്ള ജോൺസ്നോയുടെ ഗോസ്റ്റിനെ കിട്ടണമെന്ന് നമ്മൾ പലരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നമുക്കിനി ഭാവിയിൽ അത് സാധ്യമാകും എന്നാണ് നമ്മുടെ ശാസ്ത്രവർഗം തെളിയിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫ്യൂച്ചറിൽ നമ്മൾ മറ്റേ ഹസ്കീനെയൊക്കെ കൈ പിടിച്ചുകൊണ്ട് വാക്കിങ്ങിന് പോകണമല്ലോ, ഒരു വലിയ ഡയർവുൾഫിനൊക്കെ പിടിച്ചുകൊണ്ട് വാക്കിങ്ങിന് പോവുക. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന്. പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ മാത്രമല്ല, കൺട്രോൾ വിട്ട് ആ സാധനം കൈയും പിടിച്ചിട്ടുണ്ട് ആരെയും പോയി കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജയിലിലും കിടക്കാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ നിയാണ്ടർതാലുകളും ഡൈനോസറുകളും മാമത്തുകളും എല്ലാം ജീവിച്ചിരുന്നതായിട്ട് നമുക്കറിയാം. അതിൻ്റെയൊക്കെ തെളിവുകൾ പല സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതേസമയം 12,500 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും വംശനാശം പിടിച്ച് മൺമറഞ്ഞു പോയ ഡയർവുൾഫ് എന്ന ചെന്നായ കൂട്ടത്തെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അമേരിക്കയിലെ ടെക്സസിൽ പ്രവർത്തിക്കുന്ന കൊളോസൽ ബയോസയൻസ് എന്ന സ്ഥാപനത്തിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ. ദ ഫസ്റ്റ് ഡയർവുൾഫ് ഹൗൾ ഇൻ ഓവർ 10,000 ഇയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊളോസൽ ബയോസയൻസ് അവരുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ നിന്നും ഈ ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. 13,000 വർഷം പഴക്കമുള്ള ഒരു ഡയർവുൾഫിൻ്റെ പല്ലിൽ നിന്നും 72,000 വർഷം പഴക്കമുള്ള ഒരു ഗ്രേ വുൾഫിൻ്റെ തലയോട്ടിയിൽ നിന്നും DNA സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ചെന്നായ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഗ്രേ വുൾഫിൻ്റെ ബോഡിയിൽ നിന്നും ബ്ലഡ് സെൽസ് എടുത്തിട്ട് ക്രിസ്പർ എന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 20ലധികം ജനറ്റിക് ചേഞ്ച് വരുത്തിയാണ് ഈ ഡയർവുൾഫിൻ്റെ കുഞ്ഞുങ്ങളെ ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഈ ജനറ്റിക് മെറ്റീരിയൽ ഇവരൊരു വളർത്തുനായയുടെ എഗ്ഗിലേക്ക് സംയോജിപ്പിച്ചു. അങ്ങനെയാണ് 62 ദിവസങ്ങൾക്ക് ശേഷം ജനറ്റിക് പ്ലാൻ ചെയ്ത് ജനറ്റിക് ഡിസൈൻ ചെയ്ത് നല്ല ആരോഗ്യമുള്ള ഈ ചെന്നായ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. എന്തായാലും കൊളോസൽ ബയോസയൻസിലെ ഈ ശാസ്ത്രജ്ഞരുടെ ഈ ഒരു കണ്ടുപിടുത്തത്തോടു കൂടി ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ ഭൂമിയിൽ നിന്നും വംശനാശം സംഭവിച്ച് മൺമറഞ്ഞു പോയ ഈ ജീവിവർഗങ്ങളെ എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും ഈ ഗവേഷണം ഇത്രയും സക്സസ് ആയതുകൊണ്ട് 1,50,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന 10,000 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചു പോയ വൂളി മാമത്തികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ എലോൺ മസ്ക് ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്ലീസ് മേക്ക് എ മിനിയേച്ചർ പെറ്റ് വൂളി മാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ 2 ചെന്നായ കുഞ്ഞുങ്ങളും കൂടെ ഗെയിം ഓഫ് ത്രോൺസിലെ അയൺ ത്രോണിൽ ഇരിക്കുന്ന ഫോട്ടോ നമ്മുടെ എലോൺ മസ്ക് എക്സ് വഴി ഷെയർ ചെയ്തിരിക്കുകയാണ്. ഈ വൂളി മാമത്ത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഐസ് ഏജ് സിനിമ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിനകത്ത് കാണിക്കുന്ന ആ ഒരു മാമത്ത്, അതാണ് വൂളി മാമത്ത്. അതായത് ആനവർഗത്തിൽ പെടുന്ന മാമത്തുകളുടെ കാറ്റഗറിയിൽ വരുന്ന ഒരുതരം മാമത്താണ് ഈ വൂളി മാമത്ത്. ഏകദേശം 1,50,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജന്മം കൊണ്ട ഒരു ജീവിവർഗമാണ് ഈ വൂളി മാമത്ത് എന്നാണ് പറയുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ എല്ലും അവശിഷ്ടമൊക്കെ കിട്ടിയിട്ടുള്ളത് വടക്കേ അമേരിക്കയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും പരീക്ഷണം നടത്തി ഭാവിയിൽ എപ്പോഴെങ്കിലും ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വൂളി മാമത്തിന് ആഫ്രിക്കൻ ആനയുടെ അത്രയും പൊക്കം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ഭാരവും ഉയരവും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ആനകളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ആനകളെക്കാളും കുറച്ചും കൂടെ ചെറിയ ചെവിയും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള രോമങ്ങളും ഈ വൂളി മാമത്തിനുള്ളതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും കഴിവുള്ള മനുഷ്യർ ഈ ലോകത്തുള്ളതുകൊണ്ട് നമുക്കിനി മ്യൂസിയത്തിലൊന്നും പോയി എല്ലുകളൊന്നും കാണേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ നമുക്കിതിനെയൊക്കെ നേരിട്ട് കാണാം എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വൂളി മാമത്തുകളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി DNA എടുത്ത് ഓൾറെഡി നേരത്തെ എലികളിൽ ഇവർ പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അങ്ങനെ പരീക്ഷിച്ച എലികളിൽ നോക്കിയിട്ട് അവർക്ക് ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ സാധിച്ചു. മാമത്തുകളുടെ ശരീരത്തിൽ നീളമുള്ള രോമം ഉണ്ടാവാൻ സഹായിക്കുന്ന ഫൈബ്രോബ്ലാസ്റ്റ് എന്ന ഘടകം ഇവർ കണ്ടെത്തുകയും ഇവർ ഇത് എലികളിൽ പരീക്ഷിക്കുകയും ഈ എലികൾക്ക് മാമത്തുകളുടേതുപോലെ സെയിം ആയിട്ടുള്ള നീളമുള്ള രോമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ മെലാനോകോട്ടിൻ 1 റിസപ്റ്റർ എന്ന ഘടകം ഉപയോഗിച്ച് ഇവർ ഈ എലികളുടെ ശരീരത്തിലുള്ള മെലാനിൻ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇരുണ്ട നിറത്തിലുള്ള ഇവരുടെ രൂപം മാറി മാറി ഗോൾഡൻ കളർ വന്നു തുടങ്ങി. എന്തൊക്കെയാണെങ്കിലും തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളും ഡൈനോസറും നിയാണ്ടർതാലും എല്ലാം ഇനി ഫ്യൂച്ചറിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, ബൈ.